ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഈസി പനീർ ബട്ടർ മസാലയാണ്. ഐ നോ എവറി വൺ ഹാസ് എ ബിസി ഷെഡ്യൂൾ ദീസ് ഡേയ്സ്. സോ വിത്തൗട്ട് ടേക്കിംഗ് മച്ച് ഓഫ് യുവർ വാല്യുബിൾ ടൈം, ലെറ്റ്സ് മേക്ക് ദിസ് ക്യൂക്ക് ഈസി ആൻഡ് ഡിലീഷ്യസ് പനീർ ബട്ടർ മസാല ടുഗദർ. ഫസ്റ്റ് നമുക്ക് വേണ്ടത് പനീറാണേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പനീർ എടുക്കാം. ഇതിപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ പനീറാണ്. ഇത് ആൾമോസ്റ്റ് 200 ഗ്രാംസ് ഉണ്ട്. അടുത്ത് വേണ്ടത് സവാളയാണ്. ഇവിടെ ഞാൻ ഒരു വലിയ സവാള അതാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തത്. നമുക്ക് വളരെ തിന്നായിട്ടൊന്നും കട്ട് ചെയ്യണ്ട. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഓൾറെഡി ഒരു ഈസി റെസിപ്പിയാണ്. നെക്സ്റ്റ് വേണ്ടത് ടൊമാറ്റോയാണ്. ടൊമാറ്റോ ഒരെണ്ണമാണ് എടുത്തിട്ടുള്ളത്. അതും ഇതുപോലെ ചോപ്പ് ചെയ്തതാണ്. ചില്ലി പൗഡർ, ഗാർലിക്, ബട്ടർ, കാഷ്യൂനട്ട് ഒരു 20 നമ്പേഴ്സ്. അത് നേരത്തെ നമ്മൾ ചെറിയ ചൂടുവെള്ളത്തിൽ കുതിരാൻ വയ്ക്കണം. ദെൻ കസൂരി മെയ്തി, ഉലുവയുടെ ഇലയില്ലേ അതാണ്. ദെൻ ഷുഗർ. പിന്നെ ഞാനിവിടെ വിട്ടുപോയൊരു കാര്യമുണ്ട്, ഹോൾ സ്പൈസസ് കേട്ടോ, അതും കൂടെ വേണം. ഇനി ഒരു പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ബട്ടർ ആഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹോൾ സ്പൈസ്, ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ബേ ലീവ്സ്, ഗ്രാമ്പൂ, ഏലക്ക, പട്ട, ഇത്രയാണ്. അത് നമ്മളെ ബട്ടറിൽ കിടന്ന് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ആവണം. അതിനുശേഷം നമുക്ക് അതിലേക്ക് നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ച സവാള ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ നമുക്ക് ഒരു 4 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു സ്മോൾ പീസ് ജിഞ്ചറും കൂടെ ചേർക്കാം. എന്നിട്ടിത് നല്ലപോലെ വഴറ്റുക. ഇത് ജസ്റ്റ് നമുക്കൊരു 2-3 മിനിറ്റ്സ് ഒക്കെ മതിയാവും. കാരണം അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നവരെ വഴറ്റിയാൽ മതിയാകും. ഞാൻ പറഞ്ഞില്ലേ, ഇത് നമുക്ക് വളരെ സിമ്പിളും ഹെൽത്തിയും ആയിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഇന്നത്തെ അമ്മമാരെന്നൊക്കെ പറയുമ്പോൾ പാരൻസ് എന്ന് പറയുന്നത് ഒരു ഹെലികോപ്റ്റർ പാരൻറ്റിങ് ആണല്ലേ. നമുക്ക് ടൈം ഒന്നിനും തികയുന്നില്ല. എന്നാൽ ഡെയിലി നമ്മൾ ഒരേ കറികൾ തന്നെ കഴിച്ചുമെടുത്തെങ്കിൽ നമ്മുടെ ടൈമിന് യാതൊരുവിധ കോംപ്രമൈസും ചെയ്യാണ്ട് നമുക്ക് ഈസി ആയിട്ട് ഇതുണ്ടാക്കാം. അതോടൊപ്പം നമുക്കിതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് കൂടെ ഈ സമയത്ത് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അത് തീർച്ചയായും ഓപ്ഷണലാണ്, കാരണം നമ്മൾ ഓൾറെഡി സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതല്ല ഇച്ചിരി കൂടെ നമ്മുടെ കറിക്ക് ടേസ്റ്റ് കൂടണമെങ്കിൽ നമുക്ക് ഈ സമയത്ത് എന്ത് ചെയ്യാം, കുറച്ച് കാഷ്യൂനട്ട് ആഡ് ചെയ്യാം. അടുത്തതായിട്ട് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച ടൊമാറ്റോ കൂടെ ഇതിൽ ആഡ് ചെയ്യാം. എന്നിട്ട് നല്ലപോലെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. ടൊമാറ്റോയും നമുക്ക് എന്ത് ചെയ്യാം, സ്മെല്ല് മാറുന്നവരെ നല്ലപോലെ വഴറ്റി കൊടുക്കാം. അപ്പം നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ പച്ചമണം മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിന് എന്ത് ചെയ്യാം, കുറച്ച് നേരം തണുക്കാൻ വെച്ചിട്ട് അതിന് ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് നല്ലപോലെ ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുക്കാം. ഈ പരുവത്തിൽ വേണം അരച്ചെടുക്കാൻ. ഇനി നമുക്ക് നേരത്തെ എടുത്ത അതേ പാനിലേക്ക് ആവശ്യത്തിനുള്ള ബട്ടർ ചേർത്ത് ഹോൾ സ്പൈസസ് ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിലോട്ട് കുറച്ച് മുളക് പൊടി ഇടുമ്പോൾ ശ്രദ്ധിക്കുക, അളവ് കൂടരുത് കേട്ടോ. അതായത് വലിയ എരിവ് ഈ കറിക്ക് വേണ്ട. ഒരു സ്വീറ്റ്നെസ്സാണ് നമുക്കല്ലേ, നോർമലി നമ്മൾ പനീർ ബട്ടർ മസാല കഴിക്കുമ്പോൾ അറിയാമല്ലോ, സ്വീറ്റ്നെസ്സാണ്. സോ ഈ സമയത്ത് നമ്മൾ മുളക് പൊടി ചേർക്കുന്നത് ബട്ടറിൽ കിടന്ന് മുളകിന് മൂക്കുന്ന സമയത്ത് ഇച്ചിരി കൂടെ കളർ കിട്ടാനും നമ്മുടെ കറിക്ക് നല്ല കളർ കിട്ടാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ എരിവ് ഒരു അല്പം മതി. കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ കളർ കിട്ടും, കാരണം നമ്മളിവിടെ ഒരു ആർട്ടിഫിഷ്യൽ കളറും ചേർക്കുന്നില്ല. ഇനി ആ പാനിലേക്ക് നമ്മൾ നേരത്തെ പേസ്റ്റാക്കിയ ആ മിക്സ് കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് നല്ലപോലെ ഇളക്കുക. ദെൻ നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചില്ലേ കാഷ്യൂ, അത് നല്ല ഫൈൻ പേസ്റ്റാക്കി അടിച്ച് മാറ്റി വയ്ക്കണം. ഇനി നമ്മുടെ മിക്സ് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും അതിൽ ഷുഗർ, ദെൻ പനീർ ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കുക. പനീർ ഉടഞ്ഞു പോകരുത്. ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ പനീറാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്യാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റിൽ പറയണം. ഷുവറായിട്ടും നമ്മൾ കൊച്ചുമക്കൾക്കും വീട്ടിലുള്ളവർക്കൊക്കെ ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ എങ്ങനെ ഒരു ആർട്ടിഫിഷ്യൽ കണ്ടൻസും ഇല്ലാതെ നാച്ചുറലായിട്ട് ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ പറയാം. ഇനി നമുക്കിത് കുറച്ച് നേരം അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ്സ് ബോയിൽ ചെയ്യുന്ന വരുന്നവരെ വെയിറ്റ് ചെയ്യാം. 2 മിനിറ്റ്സ് ആയി, ഇതെല്ലാം ബോയിലായി വന്നിട്ടുണ്ട്. നമുക്കിനി എന്ത് ചെയ്യാം, പതുക്കെ ഒന്ന് ഇളക്കി നോക്കാം. പനീർ പൊടിഞ്ഞു പോകരുത്. വേണമെന്നുള്ളവർക്ക് ഈ പനീർ ഇതിൽ ആഡ് ചെയ്യുന്നതിന് മുമ്പേ ബട്ടറിലൊന്ന് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് സോർട്ട് ചെയ്തെടുത്തിട്ടിടാം. അതാകുമ്പം പൊടിഞ്ഞു പോകാണ്ടിരിക്കാം. ഇവിടെ ഇപ്പോൾ ഞാൻ അല്ലാണ്ടാണ് ഇട്ടത്. ഇവിടെ ഇപ്പോൾ ഒരു പിഞ്ച് സാൾട്ടും അതുപോലെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച കസൂരി മേഥി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് വേണ്ടത് കാഷ്യൂ പേസ്റ്റാണ്. അതും കൂടെ ഒഴിച്ചു കൊടുക്കാം.
സാധാരണ റെസ്റ്റോറൻറ്റ്സിലൊക്കെ അവർ ഫ്രഷ് ക്രീമാണ് യൂസ് ചെയ്യാറ്. നമ്മളിപ്പോൾ നാച്ചുറൽ രീതിയിൽ പോകുന്നതുകൊണ്ട് ഇവിടെ നമ്മൾ കാഷ്യൂ പേസ്റ്റ് എടുത്തു. ഇനി ഫ്രഷ് ക്രീം വേണമെന്നുള്ളവർക്ക് അതും ആഡ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ പനീർ. ഞൊടി ഇടയിൽ കഴിഞ്ഞില്ലേ. നമുക്കിനി എന്ത് ചെയ്യാം, ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി നോക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള ഒപ്പീനിയനും എന്നെ അറിയിക്കുക കമൻറ്റ് ബോക്സിലൂടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. നമുക്ക് അടുത്തൊരു വ്ളോഗിലൂടെ വീണ്ടും കാണാം.